ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി പൂരപ്രേമി സംഘം. കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ഹൈക്കോടതി ജഡ്ജി പി ഗോപിനാഥനെന്ന് പൂരപ്രേമി സംഘം. കേരളത്തിലെ ആചാരപ്പെരുമ തകർക്കാൻ വിദേശ ഗൂഢാലോചനയെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ആന എഴുന്നള്ളിപ്പ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂരപ്രേമി സംഘം തൃശൂരിൽ ഏകദിന ഉപവാസം നടത്തുകയാണ്. ശ്യാം ദേവരാജും ജെയ്സൺ ചാമോളപ്പിലും ചേരുന്നു നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, ജഡ്ജിക്കെതിരായ ഒരു പരാതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ 2 ആഴ്ച മുമ്പാണ് പുറത്തു വന്നത്. ഇത് പ്രകാരം ക്ഷേത്രങ്ങൾക്ക് ഉത്സവം നടത്തുമ്പോൾ അവിടെ ആനകളെ എഴുന്നള്ളിക്കുകയാണെങ്കിൽ 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി കർശനമായി പാലിക്കണമെന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശം. ഇത് പുറപ്പെടുവിച്ച ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെയാണ് ക്ഷേത്രോത്സവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള പരാതി ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരമായ ആചാരങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് കടന്നു കയറുന്നുവെന്നാണ് ഈ നിവേദനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഡിവിഷൻ ബെഞ്ച് പുനഃസംഘടിപ്പിക്കണം എന്ന കാര്യവും കൂടി ഈ കത്തിൽ ചീഫ് ജസ്റ്റിസ് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ എല്ലാം ഡിവിഷൻ ബെഞ്ചിലെ എല്ലാ ഉത്തരവുകളും പുനഃപരിശോധിക്കണം, നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷത ഉറപ്പാക്കണം എന്നുകൂടിയാണ് ഈ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ആക്ഷേപവും കൂടി ഈ ക്ഷേത്രോത്സവ സംഘാടക സമിതിയുടെ പേരിലുള്ള ഈ നിവേദനത്തിൽ പറയുന്നുണ്ട്. ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരു ഈ ജഡ്ജിമാർ ഡിവിഷൻ ബെഞ്ച് അംഗങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണിത്. അതിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇത്തരം ഹർജികൾക്ക് പിന്നിൽ സ്വയം പ്രഖ്യാപിത മൃഗസംരക്ഷണ സംഘടനകളാണ് എന്ന മറ്റൊരു ആക്ഷേപവും കൂടി അവർ ഉയർത്തുന്നുണ്ട്. മൃഗങ്ങളോടുള്ള ക്രൂരത ആയുധമാക്കി കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഇല്ലാതാക്കുന്നു എന്നടക്കമുള്ള വാദങ്ങളാണ് ഈ ചീഫ് ജസ്റ്റിസ് നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ കൂടി നമുക്കൊപ്പം. ജെയ്സൺ, അവിടെ ഇപ്പോൾ പൂരപ്രേമികളുടെ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പങ്കാളിത്തമുണ്ടോ കാര്യമായി? സുജയ, സംസ്ഥാനത്തെ മുഴുവൻ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും വലിയ പ്രതിസന്ധിയിലാക്കുകയും മുൾമുനയിലാക്കുകയും ചെയ്ത ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും പ്രതികരണവും ശക്തമായി തന്നെ തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ മന്ത്രിമാരും എം എൽ എമാരും അതുപോലെ തന്നെ മുഴുവൻ ജനപ്രതിനിധികളും മേയർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു കക്ഷി യോഗം ചേർന്നിരുന്നു. യാതൊരു രീതിയിലും പിന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, വരും നാളുകളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഉത്സവങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന നിലപാടുമായി ഏവരും വരികയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷന് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പുതിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നിയമനിർമ്മാണം എന്നതാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. സംസ്ഥാന സർക്കാർ നാട്ടാന പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണം നടത്തണം, എങ്കിൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന നിലപാട് ഇവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം ഈ ഉത്തരവ് പുറപ്പെടുവിച്ച, നേരത്തെ ശ്യാം ദേവരാജ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ഗോപിനാഥ് എന്ന ജഡ്ജിക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അവർ നൽകിയ പരാതിയിലുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന് മുകളിൽ ഒരു സമ്മർദ്ദം ശക്തമാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം പരിപാടികൾ സംഘടിപ്പിക്കാനായി എടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷന് മുന്നിൽ ഉപവാസ സമരം തുടരുന്നത്. സുജയ. ഓക്കെ, കോർപ്പറേഷന് മുന്നിൽ ഉപവാസ സമരം തുടരുകയാണ്. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ജഡ്ജിക്കെതിരായ പ്രതിഷേധത്തെക്കുറിച്ച് ശ്യാം ദേവരാജും വിവരിച്ചു.